ഹരേർനാമ ഹരേർനാമ ഹരേർനാമൈവ കേവലം കലൗ നാസ്തേതി 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 ഗതിരന്യഥാ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നടന്നു വരുന്നതായിട്ടുള്ള ഈ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിൻ്റെ സമർപ്പണ ഭാഗങ്ങളിലേക്കാണ് നാം ഇപ്പോൾ പ്രവേശിക്കുന്നത്. ശ്രീമദ് ഭാഗവത സംഗ്രഹം അഥവാ ശ്രീമദ് ഭാഗവത ദ്വാദശ സ്കന്ധാർത്ഥ നിരൂപണം എന്നതിനെയാണ് ആവുന്ന വിധത്തിൽ ഒന്ന് ചുരുക്കി അവലോകനം ചെയ്യാൻ ശ്രമിക്കുന്നത്. കഴിഞ്ഞ സപ്തദിനങ്ങളായിക്കൊണ്ട് 12 സ്കന്ധങ്ങളിലൂടെയും 335 അധ്യായങ്ങളിലൂടെയും 18,000 ശ്ലോകങ്ങളിലൂടെയും ഈ സപ്താഹയജ്ഞവേദിയിൽ പറഞ്ഞ ഭാഗവത കഥകളുടെ സംഗ്രഹമാണ് ഈ 12ാമത്തെ സ്കന്ധത്തിലെ 12ാമത്തെ അധ്യായത്തിലൂടെ ശ്രീ വേദവ്യാസ മഹർഷി എഴുതിയിരിക്കുന്നത്. ശ്രീ സൂതപൗരാണികൻ ശൗനകാദികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ദ്വാദശ സ്കന്ധാർത്ഥ നിരൂപണം അഥവാ ഭാഗവത സംഗ്രഹം ഇവിടെ എഴുതിയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ പല പല ജീവിത പ്രാരാബ്ധങ്ങൾക്ക് നടുവിൽ പ്രവൃത്തി മാർഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും ഇത്തരത്തിലുള്ള സപ്താഹയജ്ഞത്തെ മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ പങ്കെടുക്കാൻ കഴിയാത്തവരുണ്ടായിരിക്കാം. അങ്ങനെ ഉള്ളവർക്ക് ഈ ഒരു അധ്യായ ശ്രവണം ശ്രദ്ധാപൂർവം ഇതിനെ ഈ പാരായണം ശ്രവിക്കുക, കഥ ശ്രവിക്കുക എന്നുള്ളത് ഒന്നുകൊണ്ട് മാത്രം തന്നെ പൂർണ്ണ കഥാശ്രവണത്തിൻ്റെ ഫലം, ഭാഗവതം പൂർണ്ണമായിട്ട് ശ്രവിച്ചതിൻ്റെ ഫലം ലഭിക്കുമെന്ന് മഹാത്മാക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ സപ്താഹശ്രവണം സപ്താഹയജ്ഞവേദിയിൽ വന്ന് 7 ദിവസവും മുടങ്ങാതെ ശ്രവിച്ചവർക്കാണെങ്കിലോ ഇത് ഒരു മനനപ്രക്രിയ കൂടിയാണ് ഈ അധ്യായം. മനനത്തിൻ്റെ മാഹാത്മ്യത്തെപ്പറ്റി നമ്മൾ മാഹാത്മ്യം പറഞ്ഞ സമയത്ത് അവിടെ ഗോകർണൻ സപ്താഹം നടത്തിയ ആ കഥ പറഞ്ഞ സമയത്ത് ദീർഘമായിട്ട് പറയുകയുണ്ടായി. ഇപ്പോൾ ഒരു മനന പ്രക്രിയയാണ് ഇത്. സപ്താഹം കേട്ടവർക്ക്, കേൾക്കാൻ കഴിയാത്തവർക്ക്, പൂർണ്ണമായോ ഭാഗികമായോ കേൾക്കാൻ കഴിയാത്തവർക്ക് ഇത് ആ പൂർണ്ണമായിട്ടുള്ള കഥാശ്രവണത്തിൻ്റെ ഫലവും നൽകുന്നു എന്നുള്ളതാണ് ഈ ഒരു അധ്യായത്തിൻ്റെ വിശേഷം. എന്തായാലും നമ്മൾ ആ ഭാഗങ്ങളിലേക്ക് കടക്കാം. സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ശ്രീകൃഷ്ണനെ നമസ്കരിച്ചുകൊണ്ട് തുടങ്ങിയ ഭാഗവത മാഹാത്മ്യം പ്രഥമാധ്യായത്തിലെ ഓരോ ജീവൻ്റെയും ജന്മത്തിൽ തുടങ്ങി പരമമായ ഗതിയിൽ അവസാനിക്കുന്നു. ആ പരമമായ ഗതിയെ പ്രാപിക്കുവാൻ പരമമായ സത്യത്തെ ഞങ്ങളുടെ ബുദ്ധിയിൽ ഉറപ്പിച്ചു തരേണമേ എന്ന സത്യം പരം ധീമഹി എന്ന പ്രാർത്ഥനയോടുകൂടി വേദവ്യാസൻ പ്രഥമസ്കന്ധം ശ്രീമദ് ഭാഗവതത്തിൽ തുടങ്ങി. പിതാമഹനായ ബ്രഹ്മാവിൻ്റെ അനുഗ്രഹത്താൽ നൈമിഷാരണ്യ എന്ന പുണ്യക്ഷേത്രത്തിൽ വെച്ച് ശൗനകാദി ഋഷികൾ ആരംഭിച്ച സത്രവേദിയിലേക്ക് വ്യാസശിഷ്യനായ ലോമഹർഷ മഹർഷിയുടെ പുത്രനായിട്ടുള്ള ഉഗ്രശ്രവസ് എന്ന സൂതപൗരാണികൻ എത്തണോ അദ്ദേഹത്തെ ആചാര്യനായി സ്വീകരിച്ച് പാദപൂജ ചെയ്ത ശൗനകാദികൾ ചോദിക്കുന്ന ലോകഹിതമായിട്ടുള്ള 6 ചോദ്യങ്ങളിലൂടെ പ്രഥമസ്കന്ധം ആരംഭിച്ചു. അതിനുത്തരമായി ഇതാ സൂതൻ അവർക്ക് താൻ പണ്ട് തൻ്റെ ഗുരുവായിട്ടുള്ള ശ്രീശുകനിൽ നിന്നും ശ്രവണം ചെയ്ത ശ്രീമദ് ഭാഗവതം ഉപദേശിക്കാൻ തുടങ്ങുന്നു.
ഭഗവാൻ വാസുദേവനിൽ അജഞ്ചലവും നിഷ്കപടവുമായിട്ടുള്ള പരമായ ഭക്തി ഉണ്ടാകുക എന്നത് തന്നെയാണ് ശ്രേഷ്ഠമായ ധർമ്മമെന്നും അതിന് ശ്രീകൃഷ്ണ കഥാശ്രവണമാണ് ഉത്തമമായ മാർഗമെന്നും അതിനുള്ള ശ്രേഷ്ഠമായ ഗ്രന്ഥം ശ്രീമദ് ഭാഗവതം തന്നെയാണ് എന്നും ഉപദേശിച്ച് ഭഗവാന്റെ വിവിധ അവതാര ലീലകളെയും പ്രത്യേകിച്ച് ശ്രീകൃഷ്ണാവതാര ലീലകളെയും സംക്ഷിപ്തമായി വർണ്ണിച്ച് ശൗനകാദികളുടെ ചോദ്യത്തിനുത്തരമായി നാരദോപദേശത്താൽ വ്യാസൻ ഭാഗവത മഹാപുരാണം രചിച്ചതും ഉത്തരാഗർഭത്തെ ഭഗവാൻ രക്ഷിച്ചതും കുന്തിയെ ഭീഷ്മർ മുതലായവരുടെ സ്തുതികളും അഭിമന്യുപുത്രനായിട്ടുള്ള പരീക്ഷിത്തിനെ രാജാവാക്കി പാണ്ഡവന്മാരുടെ സ്വർഗാരോഹണവും പരീക്ഷിത്തിനേറ്റ ഋഷിശാപവും പ്രായോപവേശവും ഭഗവൽ നിയുക്തത്താൽ പരീക്ഷിത്തിനെ അനുഗ്രഹിക്കാനെത്തിയ ശ്രീശുകന്റെ ആഗമനവും ലോകഹിതത്തിനായി പരീക്ഷിത്ത് ചോദിക്കുന്ന 6 ചോദ്യങ്ങളോടും കൂടി 19 അധ്യായങ്ങളിലൂടെ പ്രഥമസ്കന്ധം സമർപ്പിച്ചു. പരീക്ഷിത്തിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി കൊണ്ട് ശ്രീശുകൻ ഭാഗവതം ഉപദേശിക്കാൻ തുടങ്ങി. യോഗധാരണ പ്രഭാവത്തിലുള്ള ജീവന്റെ ഗതി, ബ്രഹ്മനാരദ സംവാദം, വിരാട് പുരുഷന്റെ ഉൽപ്പത്തി, വിവിധ തരത്തിലുള്ള സർഗസൃഷ്ടികൾ, 14 ലോകങ്ങളായി കാണപ്പെടുന്ന ഭഗവാന്റെ പ്രപഞ്ച സ്വരൂപം, ബ്രഹ്മാവിന് സൃഷ്ടികർമ്മം ചെയ്യാനുള്ള ഭഗവാന്റെ ജ്ഞാനോപദേശം, അതിൽ അഹങ്കാര അഭിമാനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഭഗവാൻ ഉപദേശിച്ച ചതുശ്ലോകി ഭാഗവതവും മഹാപുരാണമായ ഭാഗവതത്തിൻ്റെ സർഗം വിസർഗം സ്ഥാനം പോഷണം ഉദയം മന്വന്തരം ഈശാനുകഥ നിരോധം മുക്തി ആശ്രയം എന്നീ ദശലക്ഷണങ്ങളും പറഞ്ഞ് 10 അധ്യായങ്ങളിലൂടെ ദ്വിതീയ സ്കന്ധം സമർപ്പിച്ചു. വിദുര ഉദ്ധവ സംവാദത്തോടെ സർഗം എന്ന ലക്ഷണത്തോടുകൂടിയ തൃതീയ സ്കന്ധത്തിലെ ഭഗവാൻ ഉദ്ധവർക്കും മൈത്രേയ ഋഷിക്കും ഉപദേശിച്ച ഭാഗവത തത്വങ്ങളെ അറിയാൻ വിദുരരെ മൈത്രേയാശ്രമത്തിലെത്തുന്നു. പുരാണ സംഹിതയെക്കുറിച്ചും പ്രളയത്തിൽ മഹാപുരുഷനായ ഭഗവാന്റെ തൂഷ്ണീഭാവത്തെക്കുറിച്ചും അറിയാൻ ആഗ്രഹിച്ച വിദുരർക്ക് മൈത്രേയ ഋഷി പ്രകൃതി സ്വരൂപമായ ത്രിഗുണങ്ങളുടെ സമ്മേളനത്താൽ ഉണ്ടായ സർഗത്തെയും 7 മഹദാദ്യ തത്വങ്ങളെയും അതിൽ നിന്നുള്ള ബ്രഹ്മാണ്ടത്തിൻ്റെ ഉൽപ്പത്തിയും വിരാട് പുരുഷന്റെ ഉൽപ്പത്തിയും കുറിച്ച് പറഞ്ഞ് സ്ഥൂല സൂക്ഷ്മാദികളായ കാലത്തിനെയും വിവിധ പ്രകാരമായ ബ്രഹ്മസൃഷ്ടികളെയും സ്വനകാദികൾ ഏകാദശ രുദ്രന്മാര് മരീചി മുതലായവരുടെ സൃഷ്ടികളും സ്വയംഭൂമനു ശതരൂപാദേവി എന്നിവരുടെ സൃഷ്ടിയും പറഞ്ഞ് ഭഗവാൻ വരാഹമൂർത്തിയായി അവതരിച്ച രസാതലത്തിൽ നിന്നും ഭൂമിയെ ഉദ്ധാരണം ചെയ്തതും ആദിദൈത്യനായ ഹിരണ്യാക്ഷന്റെ വധവും സ്വനകാദികളുടെ ശാപത്താൽ കശ്യപ ദിതി പുത്രന്മായി ജനിച്ച ഹിരണ്യകശിപു ഹിരണ്യാക്ഷൻ എന്നിവരുടെ ജന്മവൃത്താന്തവും മനു ശതരൂപ ദമ്പതികളുടെ സന്താനങ്ങളെയും അവരുടെ മധ്യമ പുത്രിയായ ദേവഹൂതിയൽ കർദമപുത്രനായി ഭഗവാന്റെ കപിലാവതാരവും കപിലോപദേശവും പറഞ്ഞ് 33 അധ്യായങ്ങളെ കൊണ്ട് തൃതീയ സ്കന്ധം സമർപ്പിച്ചു. നാം ഓരോരുത്തരും ആർജിക്കേണ്ടതായ ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളെ 4 പ്രകരണങ്ങളിലൂടെ ഉപദേശിക്കുന്ന വിസർഗം എന്ന ലക്ഷണത്തോടു കൂടിയ ചതുർത്ഥ സ്കന്ധത്തിലെ വിദുര മൈത്രേയ സംവാദത്തെ തുടർന്നുകൊണ്ട് മനുവിന്റെ മൂത്തപുത്രിയായ ആഹൂതിയെ രുചിപ്രജാപതി വിവാഹം ചെയ്ത അവരുടെ വംശകഥയെ പറഞ്ഞ് മനുവിന്റെ കനിഷ്ഠപുത്രിയായ പ്രസൂതിയെ ബ്രഹ്മപുത്രനായ ദക്ഷൻ വിവാഹം ചെയ്തതും അതിൽ മൂർത്തി എന്ന പുത്രിയിൽ ധർമ്മനെ ഭഗവാൻ നരനാരായണ ഋഷികളായി അവതരിച്ചതും കനിഷ്ഠപുത്രിയായ സതിയെ മഹാദേവൻ വിവാഹം ചെയ്തതും ദക്ഷന്റെ ശിവദ്വേഷത്താൽ പുത്രിയായ സതി ദേഹത്യാഗം ചെയ്തതും ശിവനിന്ദയാൽ ദക്ഷൻ ഭസ്തമുഖനായി അധപ്പതിച്ചതുമായ ദക്ഷചരിതം എന്ന കഥ 2 മുതൽ 7 വരെയുള്ള 6 അധ്യായങ്ങളിൽ പറഞ്ഞ് പിന്നീട് 8 മുതൽ 12 വരെയുള്ള 5 അധ്യായങ്ങളിലൂടെ മനുപുത്രനായ ഉത്താനപാദ രാജാവിൻ്റെ പുത്രനായ 5 വയസ്സുള്ള ധ്രുവൻ 5 മാസം കഠിനമായ തപസ് ചെയ്ത ഭഗവാനിൽ നിന്നും 5 വരങ്ങളും രാജ്യഭരണവും ധ്രുവപദവും നേടിയ കഥ പറഞ്ഞ ധ്രുവന്റെ വംശത്തിൽ അങ്കന്റെ പുത്രനായ വേനലിൽ നിന്നും ഭഗവാന്റെ അംശമായി പൃഥുവും മഹാലക്ഷ്മിയുടെ അംശമായി അർച്ചിസും അവതരിച്ച പൃഥുചരിതവും ആ വംശത്തിലെ കർമ്മഠനായ
ബൃഹദത്തിന്റെ 10 പുത്രന്മാരായ പ്രജേതസ്സുകൾ ഭഗവാന്റെ അനുഗ്രഹം നേടി മാരീഷിയെ വിവാഹം ചെയ്ത് അതിൽ ദക്ഷന്റെ പുനർജന്മവും പറഞ്ഞ് 31 അധ്യായങ്ങളാൽ വിദുര മൈത്രേയ സംവാദം ഉപസംഹരിച്ച് ചതുർത്ഥസ്കന്ധം സമർപ്പിച്ചു. സ്ഥാനം എന്ന ലക്ഷണത്തോടുകൂടി തുടങ്ങുന്ന പഞ്ചമസ്കന്ധത്തില് പരീക്ഷിത്ത് ശ്രീശുക സംവാദത്തിലൂടെ മനുവിന്റെ മൂത്തപുത്രനായ പ്രിയവ്രതന്റെ ചരിതവും അദ്ദേഹത്തിന്റെ പുത്രനായ അഗ്നീന്ദ്രന്റെ ചരിതവും, അഗ്നീന്ദ്രന്റെ പുത്രനായ നാഭിക്ക് മേരുദേവിയിൽ ഭഗവാൻ സ്വയം ഋഷഭനായി അവതരിച്ച കഥയും, ഋഷഭദേവൻ തന്റെ ഭരതൻ മുതലായ 100 പുത്രന്മാർക്ക് കൊടുത്ത ഉപദേശവും, പിന്നീട് ഭരതചരിതത്തിൽ അദ്ദേഹത്തിന്റെ ഭക്തിമാഹാത്മ്യത്തെ വർണ്ണിക്കുന്നതും, നരബലിയിൽ നിന്നും ഭരതനെ ഭദ്രകാളി രക്ഷിച്ച കഥയും, ഭരതന്റെ ആത്മജ്ഞാനത്തെ പ്രകീർത്തിക്കുന്ന രഘുഗണൻ എന്ന രാജാവിന് കൊടുത്ത ആത്മോപദേശവും പറഞ്ഞ് സ്വയംഭൂ മനുവംശ കഥകളെ ഉപസംഹരിച്ച് 15 മുതൽ 25 വരെയുള്ള 11 അധ്യായങ്ങളാൽ ഭൂലോക, ഊർധ്വലോക, അധോലോക വർണ്ണനകളും, പിന്നീട് 26ാമത്തെ അധ്യായത്തിലൂടെ നരകലോക വർണ്ണനകളും പറഞ്ഞ് 26 അധ്യായങ്ങളിൽ പഞ്ചമസ്കന്ധം സമർപ്പിച്ചു. പോഷണം എന്ന ലക്ഷണത്തോടുകൂടിയ ഷഷ്ഠസ്കന്ധത്തിൽ നാമജപത്തിലൂടെ മനസ്സിനെ പോഷിപ്പിക്കാമെന്ന ജാമിളോപാഖ്യാനത്തിലൂടെയും, നാമസ്മരണ കൊണ്ട മനസ്സിന്റെ പോഷണത്തെ വൃത്രാസുര ചിത്രകേതൂപാഖ്യാനത്തിലൂടെയും, ഭഗവത് ഉപാസനയോടുള്ള മനസ്സിന്റെ പോഷണത്തെ ദിതിയുടെ പുംസവന വ്രതത്തിലൂടെയും പറഞ്ഞ് കശ്യപദിതി പുത്രന്മാരായ 49 മരുത്തുക്കളുടെ കഥയിലൂടെ 19 അധ്യായങ്ങളുള്ള ഷഷ്ഠസ്കന്ധം ഇതാ സമർപ്പിച്ചു. പിന്നെ ഉദി എന്ന ലക്ഷണത്തോടു കൂടിയ സപ്തമസ്കന്ധത്തില് നമ്മുടെ കർമ്മവാസനകൾ തന്നെയാണ് നാം ഓരോരുത്തരുടെയും ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും കാരണം എന്നതിനെ യുധിഷ്ഠിര നാരദ സംവാദമായ പ്രഹ്ലാദചരിതത്തിലൂടെ പറഞ്ഞ് നിർഗുണനായ ഭഗവാൻ സ്തംഭം പിളർന്ന് നരസിംഹനായി അവതരിച്ച അതിദൈത്യനായ ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ച് അസുരബാലനായ ഭക്തപ്രഹ്ലാദനെ അനുഗ്രഹിച്ച കഥയും, പിന്നീട് മഹാദേവൻ ത്രിപുരനെ സംഹരിച്ച കഥയും പറഞ്ഞ് യുധിഷ്ഠിരന് വർണ്ണാശ്രമധർമ്മങ്ങളെ ഉപദേശിച്ച് ഗന്ധർവനായ താൻ അധപ്പതിച്ച് ശൂദ്രനായി ജനിച്ചതും, പിന്നീട് ഭഗവത് ഭക്തിയിലൂടെയും ഭക്താനുഗ്രഹത്തിലും വീണ്ടും ബ്രഹ്മപുത്രനായി ജനിച്ചതിന്റെ പൂർവ്വവൃത്താന്തത്തെ നാരദൻ പറഞ്ഞുകൊണ്ട് 15 അധ്യായങ്ങളുള്ള സപ്തമസ്കന്ധം സമർപ്പിച്ചു. സ്വയംഭൂ മന്വന്തരത്തിന് ശേഷമുള്ള വിവിധ മന്വന്തരങ്ങളെക്കുറിച്ചറിയാൻ ആഗ്രഹിച്ച പരീക്ഷത്തിന് മന്വന്തര കഥകളെ പറയാൻ തുടങ്ങിയ ശ്രീശുകൻ സ്വാരോജിഷം, ഉത്തമം എന്നീ മന്വന്തരങ്ങൾ കഴിഞ്ഞ് 4ാമത്തെ മന്വന്തരമായ താമസമന്വന്തരത്തിൽ ഗുരുവായ അഗസ്ത്യശാപത്താൽ ഗജനായി ജനിച്ച പാണ്ഡ്യരാജനായ ഇന്ദ്രദ്യുമ്നന്റെയും, ദേവലശാപത്താൽ മുതലയായി ജനിച്ച ഹൂഹു എന്ന ഗന്ധർവന്റെയും അവർ ശ്രീഹരിയാൽ ശാപമുക്തി നേടിയ കഥയെ പറഞ്ഞ് രൈവത മന്വന്തരത്തിൽ ദുർവാസാമുനിയുടെ ശാപത്താൽ സർവ്വ ഐശ്വര്യങ്ങളും തേജസ്സും നഷ്ടപ്പെട്ട ദേവന്മാർക്ക് ഭഗവാൻ അജിതാവതാരത്തിലൂടെ സമുദ്രമഥനം ചെയ്ത ധന്വന്തരമൂർത്തിയായി അമൃതകലശവും എടുത്തു വന്ന മോഹിനി സ്വരൂപനായി അമൃതപാനം നടത്തി ദേവന്മാരെ അമരന്മാരാക്കിയ കഥയും, അടുത്തതായ വൈവസ്വത മന്വന്തരത്തിൽ വാമന മൂർത്തിയായി അവതരിച്ച് അസുരേന്ദ്രനായ ബലിയുടെ അഹങ്കാരത്തെ തീർത്ത് ഇന്ദ്രാദികൾക്ക് സ്വർഗവും മഹാബലിക്ക് സുതലവും നൽകി അനുഗ്രഹിച്ച കഥയും, ചാക്ഷുഷ മന്വന്തരത്തിൽ മത്സ്യമൂർത്തിയായി അവതരിച്ച ഭഗവാൻ രാജർഷിയായ സത്യവ്രതന ആത്മോപദേശം കൊടുത്ത മന്വന്തരാധിപനായി അനുഗ്രഹിച്ച കഥയും, ഹയഗ്രീവൻ എന്ന അസുരനെ വധിച്ച വേദത്തെ വീണ്ടെടുത്ത് ബ്രഹ്മാവിന് നൽകിയ കഥയും, സാവർണി മുതലായ വരാൻ പോകുന്ന അടുത്ത 7 മന്വന്തരങ്ങളെക്കുറിച്ചും പറഞ്ഞ് 24 അധ്യായങ്ങളോടുകൂടിയ അഷ്ടമസ്കന്ധം സമർപ്പിച്ചു. കഥകളെ തുടർന്നുകൊണ്ട് ഈശാനുകഥ എന്ന ലക്ഷണത്തോടുകൂടിയ നവമസ്കന്ധത്തില് വിവസ്വാന്റെ പുത്രനായ ശ്രാദ്ധദേവൻ അഥവാ വൈവസ്വത മനുവിന്റെ സൂര്യവംശ കഥകളിൽ സുബ്ധുമ്ന ചരിതവും മറ്റു മനുപുത്രന്മാരെ ഇക്ഷ്വാകു മുതലായവരുടെ വംശപരമ്പരയും, ശശാദൻ, നൃഗൻ, നഭകൻ, ആഭാകൻ, അംബരീഷൻ, ശര്യാദി, സുകന്യായു, അനാശ്വൻ, മാന്ധാതാവ്, സൗഭരി, സകരൻ, ത്രിശങ്കു, ഹരിശ്ചന്ദ്രൻ, ഗഡ്വാങ്കൻ മുതലായവരുടെ കഥകളെ കീർത്തിച്ച് സൂര്യവംശ തിലകനായി ദശരഥപുത്രനായി അവതരിച്ച ഭഗവാന്റെ ശ്രീരാമാവതാരത്തെ 2 അധ്യായങ്ങളിലായി പറഞ്ഞ് ആ വംശത്തിലെ നിമിയുടെ ശരീരപരിത്യാഗവും ജനകവംശ രാജാക്കന്മാരുടെ ചരിതവും പറഞ്ഞ് 13 അധ്യായങ്ങളിലൂടെ സൂര്യവംശ കഥകളെ പറഞ്ഞു.
പിന്നീട് ചന്ദ്രവംശകഥകളിൽ ഐളന്റെ ചരിതം, ഗാധിയുടെ ചരിതവും ആ വംശത്തിൽ ഭൃഗുകുലജാതനായ ജമദഗ്നി രേണുകാപുത്രനായി അവതരിച്ച ഭഗവാന്റെ പരശുരാമ ചരിതത്തില് കാർത്തവീര്യാർജുനൻ മുതലായ ധർമ്മികളുടെ 21 തലമുറയെ വധിച്ച ഭൂഭാരം തീർത്ത ലീലകളെ പറഞ്ഞ് നഹുഷപുത്രനായ യയാതിയുടെ ചരിതവും യയാതിയുടെ പുത്രന്മാരായ യദു മുതലായവരുടെ വംശവും കുരുവംശജാതരായ ശന്തനു, ഭീഷ്മര്, ധൃതരാഷ്ട്രർ, പാണ്ഡു മുതലായവരുടെ വംശപരമ്പരയും പറഞ്ഞ് ശൂരസേനപുത്രനായ വസുദേവര് ഭോജവംശത്തിലെ ഉഗ്രസേന മഹാരാജാവിൻ്റെ ഭ്രാതാവായ ദേവകന്റെ പൗരവി രോഹിണി മുതലായ 7 പുത്രിമാരെ വിവാഹം കഴിച്ചതും അതിൽ രോഹിണീപുത്രനായി ബലരാമസ്വാമിയുടെ അവതാരവും ദേവകീപുത്രനായി സ്വയം ശ്രീഹരി തന്നെ അവതരിച്ച കഥയും ആ അവതാരങ്ങളിലൂടെ ഭഗവാൻ ചെയ്ത ലീലകളെയും ചുരുക്കി പറഞ്ഞ് 24 അധ്യായങ്ങളോടുകൂടിയ നവമസ്കന്ധം സമർപ്പിച്ചു. നിരോധം എന്ന ലക്ഷണത്തോടുകൂടിയ ദശമസ്കന്ധത്തിൽ 90 അധ്യായങ്ങളിലായി പരീക്ഷിത്ത് ആഗ്രഹിച്ചതനുസരിച്ച് ഭൂഭാരം തീർക്കാനായി അവതരിച്ച ശ്രീകൃഷ്ണ ലീലകളെ ശ്രീശുകൻ വർണ്ണിക്കണു. ശിശുവായിരിക്കുമ്പോൾ തന്നെ പൂതന, ശകടാസുരൻ, തൃണാവർത്തൻ മുതലായ അസുരന്മാരെയും പിന്നീട് ബകാസുരൻ, വത്സാസുരൻ, ധേനുകൻ, പ്രലംബൻ മുതലായവരെയും ജ്യേഷ്ഠനായ ബലരാമനുമൊത്ത് നിഗ്രഹിച്ച് നാരദശാപമേറ്റ യമളാർജുനന്മാർക്ക് ശാപമോക്ഷമേകി അഘാസുരനെ വധിച്ച് വത്സാസ്ഥേയം എന്ന കഥയിൽ ബ്രഹ്മാവിനെ അനുഗ്രഹിച്ച് കാളിയന്റെ ദർപ്പം തീർത്ത് കാട്ടുതിപാനം ചെയ്ത ഗോപഗോപിമാരെയും പെരുമ്പാമ്പിൽ നിന്നും നന്ദഗോപരെയെ രക്ഷിച്ച കഥകൾ പറഞ്ഞ് കാത്യായനി വ്രതം അനുഷ്ഠിച്ച ഗോപികമാരെയും ബ്രാഹ്മണരുടെ അജ്ഞതയെ മാറ്റി വിപ്രപത്നിമാരെയും അനുഗ്രഹിച്ച ഭഗവാൻ ഗോവർദ്ധനഗിരിയെ 7 ദിവസം കുടയായി ചൂടി ഇന്ദ്രഗർവം ശമിപ്പിച്ച് ഗോവിന്ദാഭിഷിക്തനായി വരുണലോകത്ത് ചെന്ന് വരുണനെ അനുഗ്രഹിച്ച് ഗോപന്മാർക്ക് വൈകുണ്ഠ ദർശനം നൽകി അനുഗ്രഹിച്ച കഥകൾ പറഞ്ഞ് ഗോപികമാരെ അനുഗ്രഹിച്ച രാസക്രീഡാവർണ്ണനം പറഞ്ഞ ശംഖചൂടൻ, അരിഷ്ടൻ, കേശി എന്നീ അസുരന്മാരെ അനുഗ്രഹിച്ച് ഗോകുല വൃന്ദാവന ലീലകൾ ചെയ്ത ഭഗവാൻ രാമനോടും ഗോപന്മാരുമൊത്ത ക്രൂരന്റെ രഥത്തിൽ മധുരാപ്രവേശനം ചെയ്ത് കുബ്ജ മുതലായവരെ അനുഗ്രഹിച്ച് കുവലയാപീഠം എന്ന ഗജത്തെയും ചാണൂര്, മുഷ്ടികാദി മല്ലന്മാരെയും വധിച്ച് അവതാരലക്ഷ്യമായ കംസവധം ചെയ്ത് മാതാപിതാക്കളെ ബന്ധവിമുക്തരാക്കി ഉഗ്രസേനനെ മധുരാധിപതിയാക്കി ഗുരു സാന്ദീപനി ആശ്രമത്തിൽ ജ്യേഷ്ഠനുമൊത്ത് 64 ദിവസം കൊണ്ട് 64 കലകളെ പഠിച്ച് ഗുരുവിൻ്റെ മൃതപുത്രനെ യമലോകത്തു നിന്നും കൊണ്ടുവന്ന് ഗുരുദക്ഷിണയായി സമർപ്പിച്ച് മടങ്ങി മധുരയിലെത്തി ഉദ്ധവരെ തൻ്റെ ദൂതനായി ഗോകുലത്തിലേക്ക് അയച്ച കഥകളെ പറഞ്ഞുകൊണ്ട് 49 അധ്യായങ്ങളുള്ള പൂർവാർദ്ധം സമർപ്പിച്ചു. അതിനുശേഷം ഉത്തരാർദ്ധത്തിൽ യുദ്ധത്തിനായി വന്ന ജരാസന്ധനെ 17 വട്ടം തോൽപ്പിച്ച് യവനനെ മുജുകുന്ദനെ കൊണ്ട് യമപുരി പൂക്കി തൻ്റെ സങ്കല്പത്താൽ വിശ്വകർമാവിനെ കൊണ്ട് സമുദ്രമധ്യത്തിൽ ദ്വാരകാപുരി നിർമ്മിച്ച് മധുരാവാസികളോടുകൂടി ദ്വാരകയിലേക്ക് പലായനം ചെയ്തു. ദേവലോകസഭയായ സുധർമ്മയെയും പാരിജാത വൃക്ഷത്തെയും ദ്വാരകയിലേക്ക് കൊണ്ടുവന്ന ഭഗവാൻ വിദർഭ രാജകുമാരിയായ രുക്മിണിയെ രാക്ഷസവിധി പ്രകാരം മരണം ചെയ്തു കൊണ്ടുവന്ന ശുഭമുഹൂർത്തത്തിൽ വിവാഹം ചെയ്തു. പിന്നീട് ജാമ്പവതി, സത്യഭാമ, കാളിന്തി, മിത്രവിന്ദ, സത്യ, ഭദ്ര, ലക്ഷ്മണ എന്നിവരെയും പ്രാഗ് ജ്യോതിഷപുരത്തിൻ്റെ അധിപനായ നരകാസുരനെ വധിച്ച ബന്ധമുക്തരായ 16,100 കന്യകമാരെയും വിവാഹം ചെയ്തു. അവരിലെല്ലാം ഭഗവാന് 10 പുത്രന്മാരും ജനിച്ചു. യുദ്ധത്തിൽ മഹാദേവനെ ജയിച്ച് ബാണന്റെ കരച്ഛേദം ചെയ്ത് അഹങ്കാരത്തെ തീർത്തു. കാശിരാജനെ വധിച്ച സുദർശനം കൊണ്ട് കാശിനഗരത്തെ ചുട്ടരിച്ച ഭഗവാൻ പൗണ്ഡ്രകനെ വധിച്ച് മോക്ഷം കൊടുത്തു. ധർമ്മപുത്രരുടെ രാജസൂയത്തിൽ ശിശുപാലന് മുക്തി നൽകിയ ഭഗവാൻ ശാൽവൻ, ദന്തവക്ത്രൻ, മുരൻ, ശംഖചൂടൻ, പഞ്ചജനൻ മുതലായവരെ വധിച്ചു. പാണ്ഡവന്മാരെ മുൻനിർത്തി മഹാഭാരത യുദ്ധത്തിലൂടെ ഭൂമിക്ക് ഭാരമായ ഒട്ടനേകം ക്ഷത്രിയരെ വധിച്ച് 4 പിടി അവിലുമായി ദ്വാരകാ കവാടത്തിലെത്തിയ കുചേലബ്രാഹ്മണനെ സ്വീകരിച്ച് ആദരിച്ച് അളവറ്റ സമ്പത്ത് നൽകി അനുഗ്രഹിച്ച് പുത്രദുഃഖം അനുഭവിച്ച ദ്വാരകാവാസിയായ ബ്രാഹ്മണന് 10 മൃതപുത്രന്മാരെയും വൈകുണ്ഠലോകത്തു നിന്ന് തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്ത് അനുഗ്രഹിച്ച് അർജുനന്റെ ഗർഭം തീർത്ത സന്താനഗോപാല കഥയെ പറഞ്ഞ 51 അധ്യായങ്ങളുള്ള ഉത്തരാർദ്ധം സമർപ്പിച്ചു.
ചതുർബല പുരുഷാർത്ഥങ്ങളിൽ നേടേണ്ട പരമപുരുഷാർത്ഥം മുക്തി തന്നെ എന്ന് കാണിച്ചു തരുന്ന ഏകാദശ സ്കന്ധത്തിൽ ഭഗവാന്റെ സങ്കല്പത്താൽ ധർമ്മികളായ യാദവകുലത്തിനേറ്റ ഋഷികളുടെ ശാപവും അതിൽ ദുഃഖിതനായ വസുദേവർക്ക് നാരദ മഹർഷി നിമി മഹാരാജാവിന് പണ്ട് ഋഷഭപുത്രന്മാരായ കവിഹരി അംബരീക്ഷ പ്രബുദ്ധ പിപ്പലായന ആവിർഹോത്ര ദ്രുമള ചമസ കരഭാജനന്മാരെന്നീ നവയോഗികള് കൊടുത്ത ഉപദേശവും ബന്ധനങ്ങളെ ത്യജിക്കാൻ കഴിയാത്ത ഉദ്ധവർക്ക് ഭഗവാൻ നൽകുന്ന ഉദ്ധവോപദേശവും ധന്യനായ ഉദ്ധവര് ഭഗവാന്റെ പാദുകങ്ങളെയും എടുത്ത ബദരിയാശ്രമം ചെന്ന് തപസ്സു ചെയ്ത് ഭഗവാനിൽ മുക്തി നേടിയ കഥയും പറഞ്ഞു. ബ്രാഹ്മണ ശാപമേറ്റ യാദവന്മാർ മധോന്മത്തരായി പ്രഭാസതീരത്ത് പരസ്പരം എരകപ്പുല്ലുകൊണ്ട് കുത്തിമരിച്ച യാദവകുല നാശത്തെ പറഞ്ഞ് ബലരാമസ്വാമിയുടെ ദേഹത്യാഗവും പിന്നീട് മനുഷ്യനായി അവതരിച്ചതിനാൽ തനിക്കും ആ ബ്രാഹ്മണ ശാപം ബാധകമായി എന്ന് കാണിച്ചുകൊണ്ട് ജര എന്ന വേടന്റെ അമ്പേറ്റ ഭഗവാൻ ശ്രീകൃഷ്ണൻ 125 വർഷങ്ങളോളം ഭൂമിയിൽ അവതാരലീലകൾ ചെയ്ത് ഭൂഭാരത്തെ തീർത്ത് സ്വധാമഗമനം ചെയ്തതും പറഞ്ഞ് 31 അധ്യായങ്ങളിലൂടെ ഏകാദശ സ്കന്ധം സമർപ്പിച്ചു. മർത്യന് ഏകയേവ ആശ്രയം ഭഗവാൻ തന്നെയാണ് എന്നുപദേശിക്കുന്ന ആശ്രയം എന്ന ലക്ഷണത്തോടുകൂടിയ ദ്വാദശ സ്കന്ധത്തിൽ ഭഗവാന്റെ സ്വധാമഗമനത്തോടുകൂടി ദ്വാപരയുഗം അവസാനിച്ച കലിയുഗ ആരംഭത്തെയും കലികാല പ്രഭാവത്തെയും പറഞ്ഞ് കലിയുഗ അവസാനത്തിൽ അധർമ്മനാശത്തിനായി ഭഗവാൻ ശമ്പള ഗ്രാമത്തിൽ വിഷ്ണു യശസ് എന്ന ബ്രാഹ്മണന്റെ പുത്രനായി അവതരിക്കുമെന്നും കൽക്കി അവതാരലീലകളെയും പറഞ്ഞ് 4 വിധത്തിൽ ഉള്ള നിത്യ നൈമിത്തിക പ്രാകൃത ആത്യന്തിക പ്രളയങ്ങളെ വർണ്ണിച്ച് ശ്രീശുകൻ പരീക്ഷിത്തിന് ബ്രഹ്മോപദേശം നൽകി തൻ്റെ ശിഷ്യനെ അനുഗ്രഹിച്ച് പ്രസ്ഥാനം ചെയ്തു എന്നും അതിനുശേഷം പരീക്ഷിത്ത് ഋഷിശാപമനുസരിച്ച് തക്ഷകദംശത്താൽ ദേഹം ഭസ്മമായി തീരും മുമ്പ് ധ്യാനയോഗത്താൽ ആത്മാവിനെ പരമാത്മാവായ ശ്രീകൃഷ്ണനിൽ ലയിപ്പിച്ച് മുക്തി നേടി എന്ന് പറഞ്ഞ് ജനമേജൻ നടത്തിയ സർപ്പയജ്ഞവും പുരാണാചാര്യനായ മാർക്കണ്ഡേയൻ കണ്ട പ്രളയവും പറഞ്ഞ് ചൈത്ര വൈശാഖാദി 12 മാസങ്ങളിൽ ഭഗവാൻ ദ്വാദശാദിത്യനായി ബ്രഹ്മാണ്ഡത്തെ പരിപാലിക്കുന്ന ആദിത്യവ്യൂഹവർണ്ണനവും മഹാപുരുഷ വിന്യാസവും 11ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു. കേവലം 2 അക്ഷരമായ ഹരേ എന്ന ഭഗവത്നാമം തന്നെ അറിയാതെയാണെങ്കിലും ഉച്ചരിച്ചാൽ സർവപാപങ്ങളും നശിച്ച ജീവൻ മുക്തനാകം എന്നിരിക്കെ ശ്രീമദ് ഭാഗവത ശ്രവണ പാരായണങ്ങൾ കൊണ്ട് കിട്ടുന്ന ഫലം എത്രയെന്ന് എങ്ങനെയാ പറയാൻ സാധിക്കുക? ആയതിനാൽ കാലദേശാവധികളില്ലാത്ത ശ്രീകൃഷ്ണ പ്രത്യക്ഷ സ്വരൂപമായിരിക്കുന്ന ശ്രീമദ് ഭാഗവതം തന്നെയാണ് മനുഷ്യന് കലിസംധാരണത്തിനുള്ള ഏക ആശ്രയം. അപ്രകാരമുള്ള ഈ ഭാഗവത സപ്താഹത്തിൻ്റെ കർത്താവും വക്താവും ശ്രോതാവുമായിരിക്കുന്ന നാം തന്നെയാണ് പരമഭാഗ്യവാന്മാര്. അതിനുശേഷം ഭാഗവതാദി 18 പുരാണങ്ങളെക്കുറിച്ചും പുരാണ സംഖ്യകളെക്കുറിച്ചും പറഞ്ഞ് ഈ 18 പുരാണങ്ങളും മഹാഭാരതം എന്ന ഇതിഹാസവും രചിച്ച് വേദത്തെ 4ആയി വ്യസിച്ച ഭഗവാൻ വേദവ്യാസനെ സ്മരിച്ച് വേദസാരവും ക്ഷീരസാഗരത്തെ കടഞ്ഞെടുത്ത നവനീതവുമാകുന്ന ഈ ഭാഗവത നവനീതത്തെ നുകരാൻ സപ്താഹവേദിയിൽ നവനീതകൃഷ്ണൻ സദാ പരോക്ഷനായിരിക്കുന്നു. അതിനാൽ ഈ ഭാഗവതരസം ആസ്വദിച്ച ഒരുത്തന് മറ്റൊന്നിലും രുചി തോന്നുന്നില്ല. നദികളിൽ ഗംഗയും ദേവന്മാരിൽ വിഷ്ണുവും വൈഷ്ണവന്മാരിൽ ശംഭുവും ക്ഷേത്രങ്ങളിൽ കാശിയും ഏതുപോലെ പ്രാധാന്യമർഹിക്കുന്നുവോ അതുപോലെയാണ് പുരാണങ്ങളിൽ നിത്യനൂതനമായിട്ടുള്ള ശ്രീമദ് ഭാഗവതം. ഏതൊരു ഭഗവാന്റെ കീർത്തനമാണോ സർവ്വപാപങ്ങളെയും നശിപ്പിക്കുന്നത്, സർവ്വദുഃഖങ്ങളെയും ശമിപ്പിക്കുന്നത്, അപ്രകാരമുള്ള ഭഗവാനിൽ നിന്നും എപ്പോഴും അചഞ്ചലമായ നിഷ്കപടമായ പരമപ്രേമമായ ഭക്തി ഉണ്ടാകട്ടെ. ആ ഭഗവാൻ പരമമായ സത്യത്തെ ബുദ്ധിയിൽ ഉറപ്പിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സൂതപൗരാണികൻ നൈമിഷാരണ്യത്തിൽ നിന്നും പ്രസ്ഥാനം ചെയ്തു. നമുക്കും അപ്രകാരം തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് 13 അധ്യായങ്ങളുള്ള ദ്വാദശ സ്കന്ധവും ഈ ശ്രീമദ് ഭാഗവത സപ്താഹ മഹായജ്ഞത്തെയും ശ്രീഹരിയുടെ പാദങ്ങളിൽ സമർപ്പിക്കാം. ശ്രീകൃഷ്ണ